മാജിക് പ്ലാനറ്റിൽ കുടുംബസമേതം പോയായിരുന്നു കേട്ടോ. 500 രൂപയായിരുന്നു ടിക്കറ്റ്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് പരിപാടികൾ. നമ്മൾ താമസിച്ച് പോയി കഴിഞ്ഞാൽ ചില പരിപാടികൾ മിസ്സായി പോകും എന്നുള്ള അവസ്ഥയുണ്ട്. ഫുഡ് പുറത്തുനിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. അവിടുത്തെ ഫുഡേ കഴിക്കാൻ പറ്റുള്ളൂ. ചിക്കൻ ബിരിയാണിക്കൊക്കെ പക്ഷേ അഫോർഡബിൾ റേറ്റേ ഉള്ളൂ. ഫുഡ് അത്ര പോരാ. അവിടെ സ്പെഷ്യലി ഏബിൾഡായ ഒരുപാട് കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള എബിലിറ്റീസ് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ സഹായിക്കുന്നുണ്ട്. അവർ മാജിക് ചെയ്യുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, ഡാൻസ് കളിക്കുന്നുണ്ട്, ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നുണ്ട്. കുട്ടികളുടെ അമ്മമാരൊക്കെ അവിടെ തന്നെയുണ്ട്. അവരും ചെറിയ ക്രാഫ്റ്റ് വർക്കൊക്കെ അവിടെ ചെയ്ത് അതൊക്കെ വിൽക്കുന്നുണ്ട്. ഈയിടെ കുറച്ച് വിവാദങ്ങളിൽ പെട്ടെങ്കിലും ഒരു വലിയ സംരംഭം നടത്തിക്കൊണ്ട് പോകുമ്പം കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്. കുട്ടികളുടെ പ്രോഗ്രാം കഴിഞ്ഞാൽ ആദ്യം കാണിക്കുന്നത് ടെമ്പസ്റ്റ് എന്നുള്ള ഷേക്സ്പിയറിന്റെ അവസാനത്തെ നാടകത്തിന്റെ ദൃശ്യ മാജിക്കൽ ആവിഷ്കാരമാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. അത് കഴിഞ്ഞ് പ്രിയദർശൻ നാരായണൻ അവതരിപ്പിക്കുന്ന ഇന്ററാക്റ്റീവ് സെക്ഷൻ ആയിട്ടുള്ള ഒരു ക്ലോസപ്പ് മാജിക് ഉണ്ടായിരുന്നു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത് നമ്മളിപ്പോൾ പിടിക്കുമെന്ന് വിചാരിക്കുമ്പോഴേക്കും പുള്ളിക്കാരൻ വീണ്ടും വീണ്ടും നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരുന്നു. അവിടെ ഓഡിയൻസിൽ ആർക്കെങ്കിലും ഒക്കെ ആ മാജിക്കിന്റെ ഭാഗമാകാൻ പറ്റും. അത് കഴിഞ്ഞൊരു സർക്കസ് ആണ്. പണ്ട് കുറച്ച് കൂടുതൽ ഐറ്റം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്ര ഐറ്റം ഇല്ലെങ്കിൽ പോലും നല്ല രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. കൂടുതലായിട്ടും ബാലൻസിങ് വെച്ചിട്ടുള്ള പരിപാടികളാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. കൂടുതലും നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന കലാകാരന്മാരാണ് ഈ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പോയത് ഗ്ലാസുകൾ വെച്ചിട്ടുള്ള കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അവിടെ പോകുമ്പോൾ അത് കയറാതിരിക്കരുത്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കുട്ടികൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പിന്നെ കണ്ടത് മുഹമ്മദ് ഷാനുവിൻ്റെ മാജിക്കാണ്. ഈ ചങ്ങാതിയെക്കുറിച്ച് എന്താ പറയുക, തുടരെ തുടരെ വോ ഫാക്ടേഴ്സ് ഇട്ട് നമ്മളെ മനം മയക്കി കളയും. ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല സാധനമാണ്. ഒരു സെക്കൻഡ് കൊണ്ട് ഈ ചങ്ങാതി എന്തൊക്കെയാണ് കാണിക്കുകയെന്ന് ഇങ്ങേർക്ക് തന്നെ ഒരു ധാരണ ഉണ്ടാവില്ല. കിഡിലായിട്ടും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു സ്ട്രീറ്റ് മാജിക്ക്. അതോടെ പരിപാടി വൈൻഡപ്പ് ആയിരിക്കുകയാണ്. പിന്നെ അവരുടെ ചെറിയൊരു റാലിയും കൂടി ഉണ്ടായിരുന്നു. മൊത്തത്തിൽ നമുക്ക് വർത്താണ് ഈ 500 രൂപ എന്നുള്ളത്. മാത്രമല്ല കുട്ടികൾക്കൊരു സഹായമാവും. അപ്പോൾ തിരുവനന്തപുരത്ത് വരണവർ ഈ സ്പോട്ട് മിസ്സാക്കണ്ട. കുട്ടികൾക്കുള്ള ചെറിയ പാർക്കൊക്കെ ഉണ്ട്.